ഫ്ലോറിൽ അവർ ഞാൻ കുടിക്കാന്ന് വെച്ച വെള്ളം അവർ കുപ്പിയിൽ നിന്ന് നേരെ കമത്തിയിട്ട് ഫ്ലോറിൽ ഒഴിക്കുകയാണുണ്ടായത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് സന്ദീപാണ് എൻ്റെ ചെവിടിനടിക്കണത്. കരയാനുള്ളൊരു ഇതുണ്ടായില്ല, പക്ഷേ നമ്മൾ കുറേ പറയാനും ശ്രമിച്ചു. പതിനഞ്ചടി അടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് അവിടെ നിന്ന് ചാടാനാണ് പറഞ്ഞത്. ഷർട്ട് വലിച്ച് കീറി പൂർണ്ണമായിട്ട്. ഷർട്ട് വലിച്ച് കീറിയിട്ട് അവിടെ ഇട്ടിട്ടാണ് എന്നെ വണ്ടിയിൽ കയറ്റി ഇട്ടത്. മേൽശാന്തിയാണ്. അപ്പോൾ എന്നെ സമൂഹത്തിൽ യാതൊരുവിധ വില നിനക്ക് തരില്ല, ഒരു പൊതുസ്ഥലത്ത് നിനക്ക് എല്ലാവരും എന്താ പറയുക ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ എത്തിക്കും. ഒരു വലിയ വാർത്തയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ ഇത്രയും പീഡനം ഏറ്റിട്ടും ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഈ ഒരു നിയമ പോരാട്ടം നടത്താനായിട്ട് എങ്ങനെയാണ് പറ്റിയത്? പ്രധാനമായിട്ട് ഈ CCTV ആണ് ആദ്യമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നൊരു ഘടകം. അത് ആദ്യം നമുക്ക് ഈ കേസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ള പരാതി മുഴുവനായിട്ടും അന്നത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടർ അന്നത്തെ കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള ACP സേതു സാറ് അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ. അപ്പോൾ അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് കാണിക്കണം. അല്ലെങ്കിൽ ഈ പോലീസുകാരുടെ അത്രയും നരനായിട്ട് സ്റ്റേഷനിലുള്ള കസ്റ്റഡി മർദ്ദനം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും പൊതുജനത്തിന് മുന്നിൽ കാണിക്കണം എന്നുള്ളൊരു ഞാൻ ഇപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് ഇപ്പോൾ എൻ്റെ വിഷ്വൽ കിട്ടിയ കാരണം, അതായത് ഒരു സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വിഷ്വൽ നമുക്ക് ഇങ്ങനെ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. ഇനി നാളെയും ഒരാൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതെന്നാണ് നമ്മുടെ ഒരു 27 വയസ്സിലാണ് സംഭവം നടക്കുന്നത്. ഇപ്പോൾ 29 വയസ്സ് 27 വയസ്സിലാണ് സംഭവം. അതെ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാവുന്ന ഒരു കാര്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വേദന അനുഭവിച്ചിട്ടുള്ള തന്നെയാണ് അത്. സ്റ്റേഷനിൽ വരുമ്പോൾ ആദ്യത്തെ അടി തന്നെ അടിക്കുന്നത് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് എൻ്റെ കഴുത്തിനെയാണ്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് സന്ദീപാണ് എൻ്റെ ചെവിടിനടിക്കണത്. അടിയിൽ തന്നെ ഭയങ്കര വലിയൊരു ആഘാതം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ശരിക്കും പോലെ ഒരു കറക്റ്റ് ഒരു തലയ്ക്കടിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു. അതിന് ശരിക്കും ഇരുന്നതാണ് ഇരുന്നതിൽ അവർ നല്ല രീതിയിൽ അടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു. ശരിക്കും കരഞ്ഞില്ല, പക്ഷെ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് കരയാനുള്ളൊരു ഇതുണ്ടായില്ല, പക്ഷേ നമ്മൾ കുറേ പറയാനും ശ്രമിച്ചു. വേദന നല്ല രീതിയിലും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരുമ്പോഴേ ഒരു ചെറിയൊരു പരിചയം ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആൾ വരെ വളരെ ഒരു മനോഭാവത്തോടു കൂടി ചേർന്ന് നമ്മളെ പെരുമാറിയത്. ആൾ കറക്റ്റ് ഒരു CPI കാരനാണ്. അപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ വിദ്വേഷം നല്ല രീതിയിൽ നമ്മളെ ചെയ്തിട്ടുണ്ട്. വെള്ളം അതായത് ഈ 15 അടി അടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് അവിടെ നിന്ന് ചാടാനാണ് പറഞ്ഞത്. അടിച്ചിട്ട് നിന്ന് ചാടാൻ. അത് കഴിഞ്ഞിട്ട് 15 അടി കഴിഞ്ഞ് ഒരു 3 സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലോറിൽ ഞാൻ കുടിക്കാന്ന് വെച്ച വെള്ളം അവർ കുപ്പിയിൽ നിന്ന് നേരെ കമത്തിയിട്ട് ഫ്ലോറിൽ ഒഴിക്കുകയാണ് ഉണ്ടായത്. ഫ്ലോറിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ചാടാൻ വീണ്ടും പറഞ്ഞത്. അവസാനത്തെ ഒരു 3ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും ഒരു കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ദേഹത്ത് ഷർട്ട് കയറി പിടിച്ചിട്ട് എന്നെ പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്നെ രോഷത്തിൻ്റെ അങ്ങനെ ഒരു അങ്ങനെ തെരുവിൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ ആകെ ഒരു എന്തോ ഒരു വൈരാഗ്യം ഉള്ളത് പോലെ എനിക്ക് തോന്നിയത്. നമ്മൾ തുടർച്ചയായിട്ട് സ്റ്റേഷൻ ഉപരോധം അതുപോലെ കുന്നോളത്ത് സമരങ്ങൾ വളരെ നിരന്തരമായിട്ടുള്ള പരിപാടികൾക്ക് നമുക്ക് പങ്കെടുക്കുന്നതാണ്. അപ്പോൾ കുന്നോളത്ത് ഒരുവിധം എല്ലാ പരിപാടികളും നല്ല രീതിയിൽ കുറേ കാലത്തിന് ശേഷം നമ്മുടെ സ്റ്റേഷൻ മാർച്ചിൽ ലാത്തി മർദ്ദനം ഉണ്ടായിട്ടുള്ള കുന്നോളത്ത് അത് ഞങ്ങൾ തുടക്കമിട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയും ഭയങ്കര ദേഷ്യം ഉണ്ടാവും പോലീസിൻ്റെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളൊരു ടീം വർക്കിൻ്റെ അടുത്ത് നല്ല ഒരു മോശം വാക്കൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞൊന്നുമില്ലല്ലോ. ഇല്ല നമ്മളെ പിടിച്ചോണ്ട് പോയപ്പോഴും പറഞ്ഞിട്ടില്ല, അകത്ത് വെച്ചും പറഞ്ഞിട്ടില്ല. അകത്ത് വെച്ചിട്ട് ഒട്ടും പറഞ്ഞിട്ടില്ല. ഇവിടെ വെച്ചിട്ട് ഞാൻ ചോദിക്കാനുണ്ടായത് എന്തിനാ സാറേ വെറുതെ ഇങ്ങനെ തെരുവ് വിളിക്കുന്ന അല്ലെങ്കിൽ അസഭ്യം വിളിക്കുന്ന അതെ കുട്ടികളായിട്ട് തെരുവ് വിളിക്കുന്നത്. ഞങ്ങളൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂരത്തിൻ്റെ ഒരു സമയത്ത് വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്, വീഡിയോസും അതുപോലെ ഫോട്ടോസും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്താ പഠിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് പോകാൻ പറഞ്ഞു. പിന്നെ തെരുവിളിയാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ തന്നെ കുട്ടികൾ എന്നെ വിളിക്കേണ്ടായി. തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീടും ക്ലബിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ ഞാൻ വരുമ്പോൾ അങ്ങനെ ലാത്തി ആയിട്ട് പുറത്ത് നിൽക്കുക, അല്ലെ
വീശാനുള്ള ഒരു മൂവ്മെൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചിട്ടാണ് സംഭവം തുടങ്ങുന്നത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ ജൂനിയർ മണ്ഡലം പ്രസിഡൻ്റാണ്, ക്ലബിൻ്റെ അന്നത്തെ ഒരു പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തുറന്ന് പറഞ്ഞത്. നീ കൂടുതൽ നേതാവ് കളിക്കണ്ട, നീ എന്ന് പറഞ്ഞിട്ട് എന്നെ ഷട്ടിൽ കയറി പിടിച്ചിട്ട് അവരുടെ അടുത്ത് ഒരു ഷോ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചാലാണ് ആൾക്ക് കൂടുതൽ പ്രശ്നമായിട്ട് കേരള ജീപ്പിൽ നിന്നിട്ട് വലിച്ചു കയറ്റി കൊണ്ടുപോയത്. അതെ അതെ തീർച്ചയായും. എൻ്റെ ഷർട്ട് വലിച്ച് കീറി പൂർണ്ണമായിട്ട്, ഷർട്ട് വലിച്ച് കീറിയിട്ട് അവിടെ ഇട്ടിട്ടാണ് എന്നെ വണ്ടിയിൽ കയറ്റി ഇട്ടത്. ഞാൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എൻ്റെ മുണ്ടും ഉണ്ടായിരുന്നില്ല, ഷർട്ടും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മുണ്ട് അവർ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് ഉമ്മാൻ്റെ കയ്യിലായിരുന്നു തോന്നുന്നുണ്ട് മുണ്ട്. ബാക്ക് ഡോർ തുറന്നിട്ട് ശശിധരനാട് തലണ സമയത്താണ് മുണ്ട് ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് കുന്നംകുളത്ത് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു, സ്ട്രൈക്ക് എടുക്കുന്ന സമയത്ത് ലാത്തി ചാർജ് ഒക്കെ കൊറോണ സമയത്തായിരുന്നു. അതൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു പ്രശ്നം, അവിടെ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടീം വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ദേഷ്യമുണ്ട്. അത് ഞാൻ രണ്ടാമത് നമ്മുടെ AC മൊയ്തീനെതിരെ കരിമുടി കാണിക്കലുണ്ടായിട്ടുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉണ്ടായിട്ടുണ്ട്, MLA ഓഫീസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. നിരന്തരം ആ സമയത്ത് നിരന്തരം നിൽക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവർ ഈ സംഭവം നടന്നതിന് ശേഷം എന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതുപോലെ മറ്റ് വീട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോവുക, കാപ്പി മുത്തുന്നിട്ട് ഷക്കീർ അഹമ്മദ് അന്ന് ഞാൻ ഈ സെല്ലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്തില്ല നല്ല രീതിയിൽ. CCTV വിഷയം നമ്മൾ നോക്കുന്നുണ്ട്. ഷക്കീർ അഹമ്മദ് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്നോട് എൻ്റെ ഷക്കീർ അഹമ്മദ് എന്ന് പറഞ്ഞ അന്നത്തെ ASI. അതെ 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 അതെ. ഒരു കാര്യം എന്താ ഉള്ളതെന്ന് വെച്ചാൽ അല്ല എന്നെ ഞാനൊരു ശാന്തി ഫീൽഡാണ്, മേൽശാന്തിയാണ്. അപ്പോൾ എന്നെ സമൂഹത്തിൽ യാതൊരുവിധ വില നിനക്ക് തരില്ല, ഒരു പൊതു സ്ഥലത്ത് നിനക്ക് എല്ലാവരും എന്താ പറയുക ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ എത്തിക്കും. കാപ്പടിച്ച് പുറത്തേക്ക് തന്നെ നാട് കടത്തും. അതുപോലെ നീ ഈ അമ്പലം ഫീൽഡിൽ നീ ഉണ്ടാവില്ല, നിൻ്റെ അമ്പലത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ജീപ്പ് സ്റ്റേഷനിൽ ഇവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. വളരെ മോശം രീതിയിൽ ഞങ്ങൾ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വളരെ രീതിയിലൊരു മോശം സിറ്റുവേഷനിലേക്ക് എൻ്റെ മാനസികാവസ്ഥ എത്തിച്ചിട്ടുണ്ട് ആൾ. അതുപോലെ പിന്നെ നിരന്തര കേസുകൾ ഇങ്ങനെ ഈ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ നേതൃത്വമാണ് ആള്. എൻ്റെ വക്കീൽ അഡ്വക്കേറ്റാണ്, ബ്ലോക്ക് പ്രസിഡന്റാണ്. തുടക്കം മുതലുണ്ടായിരുന്ന ആളാണ് ആളും. പിന്നെ ശ്യാമേട്ടൻ ശ്യാമേട്ടൻ വക്കീൽ, അതാണ് ചാവക്കാട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ആദ്യം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം കുന്നംകുളത്ത് വിഭാഷണം നമ്മുടെ രാജവക്കീലാണ് നേതൃത്വം നൽകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നിരന്തരം ഇപ്പോൾ പരിപാടികൾക്ക് കുറച്ച് പിന്നാക്കാണ്. കാരണം കേസുകൾ കൂടേണ്ട വെച്ചിട്ട് ഇവർ തന്നെയാണ് നേതൃത്വം തന്നെയാണ് പറഞ്ഞത്. പരമാവധി ക്രൈം വരാവുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവായിട്ട് നിൽക്കാൻ ഇവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിയാന്നല്ല, എനിക്ക് ഇവരുടെ ധാർഷ്ട്യമായിട്ടുള്ള മനോഭാവം. അതായത് ഇതിന് ശേഷം ഈ സന്ദീപ് സാറ് പല സ്ഥലത്തും വെച്ചിട്ട് ഓരോ ഉദ്യോഗസ്ഥരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായി എന്തായി അവരുടെ പാർട്ടി കൊണ്ട് അവർക്കുള്ള ഒരു ഉപയോഗം, അല്ലെങ്കിൽ അവരുടെ കേസ് എന്തായി എന്നൊക്കെ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു നമ്മളെ ചൂഷണ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും കളിയാക്കുന്ന രീതിയിലൊക്കെ സന്ദീപ് അങ്ങനെ പറയായിട്ടുണ്ട്. നമ്മൾ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിപരമായിട്ടുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവനെപ്പോഴും ഒരു ധാർഷ്ട്യ മനോഭാവമാണ് എന്നുള്ളത് സന്ദീപ്. ഞങ്ങളുടെ ഇപ്പോൾ കേസിൻ്റെ സ്ഥിതി എന്തായി, വിഷ്വൽസ് അവർക്ക് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു, ഇത് പുറത്തേക്ക് വരില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അത്രയും അവർക്ക് അവരെ സംരക്ഷിക്കാൻ എന്തോ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടെന്നുള്ളൊരു മനോഭാവമായിരുന്നു സന്ദീപിനുണ്ടായിരുന്നത്. അത് പൊളിച്ചെഴുതി. ഇനി അതിപ്പോൾ അവരെ ചിത്രം നമ്മൾ പുറത്ത് കാണിച്ചു എന്നുള്ളൂ. ഇനി അവർക്ക് പൂർണ്ണമായിട്ടുള്ള അവർക്ക് ഒരു വിധി നമ്മൾ എഴുതും. അതായത് അവരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. അത് നമ്മൾ അവരെ അവസാനിപ്പിച്ചിരിക്കാൻ പാടില്ല. ഇല്ല ജനങ്ങൾക്ക് ഇവരെ ഇരിക്കാനും പാടില്ല. അതുപോലെ നാളെ മേലൊക്കെ ഏതൊരു ഉദ്യോഗസ്ഥരായാലും ഒരു ആളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാനും പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. 1 കോടിയിൽ 100 കോടി വന്നാലും ഞാൻ എൻ്റെ നേതൃത്വം പറയുന്ന അപ്രതിക്കാൻ നിൽക്കില്ല. അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കറിയാം. കുന്നംകുളം സ്റ്റേഷനിൽ ഒരു സെറ്റിൽമെന്റ് ഒക്കെ നടന്നിട്ടുള്ളതാണ്. എന്നെ നേരിട്ടിട്ട് വിളിക്കല്ല, എൻ്റെ ആയിട്ടുള്ള നേതൃത്വത്തിനെ അറിയിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ടായിട്ടുള്ളത്. ഇത് അങ്ങനെ അവസാനിപ്പിച്ച് തീർക്കാൻ. എന്നിട്ട് റീസൺ പറയാൻ അതിന് വ്യക്തമായിട്ട് എന്താ അവർക്ക് ജീവിതവും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു നമുക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക സങ്കടമുണ്ട് ശരിക്കും. അവരുടെ ലൈഫ് മാത്രം സന്തോഷം, ബാക്കിയുള്ളവരുടെ ഒരു ലൈഫ് മോശപ്പെടുക എന്നുള്ള രീതിയാണ്.
പല പിന്നെ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. അത് ഈ തണവ് ഇങ്ങനെ ക്ലൈമറ്റിനനുസരിച്ചിട്ടൊക്കെ ആയിട്ട് പെയിൻ വരാറുണ്ട്. ആ സമയത്ത് ഞാൻ ശരീരം ഒഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം? കേൾവിക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റം എന്ന് പറയാനായിട്ടില്ല. അത് പതുക്കെ മാറും തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 മാസക്കാലം ചികിത്സ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഒരു വ്യക്തമല്ല. ഇപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴായാലും ഫുൾ സൗണ്ടിലൊക്കെ ഇട്ടാണ് വ്യക്തമാവുള്ളൂ. തലവേദന ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് വളരെയധികം തലവേദനയാണ്. നല്ല പെയിൻ ഉണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പെയിൻ ഉണ്ട്. ഇപ്പോഴും തലവേദന അസ്വസ്ഥയുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തിരക്കുകൾ ഇപ്പോൾ ഏട്ടനാണ് കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറീസയുടെ ഏറ്റെടുക്കുക. അപ്പോൾ പറീസയുടെ നേതൃത്വത്തിൽ നടക്കും, നല്ല രീതിയിൽ നടക്കും. പറീസാറിന് കാറ്ററിംഗ് സംവിധാനമായിട്ടുള്ളതാണ്. അപ്പോൾ പറീസാറിനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പേര് തൃഷ്ണ. തൃഷ്ണ. ഇവിടെ വെച്ച് കണ്ടുപിട്ടിയാണോ? അല്ല, ഞാൻ അതൊരു നാട്ടിലുള്ളൊരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. അമ്പലത്തിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ പറ്റിയതും പരിചയപ്പെടാൻ പറ്റിയതിലും. എന്തായാലും നല്ലൊരു വളർച്ച ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.